അവളെ കൊടുക്കാണെന്നൊരു വാക്ക് തികച്ചും വേണ്ട ഈ പൂക്കോട്ടിൽ ബക്കറിന്. സാറിന്റെ ഡീറ്റെയിൽസാ ഇന്ന് തന്നെ ഞാനൊന്ന് നോക്കാം. പിന്നെ അപകടമൊന്നും ഉണ്ടാവരുത്. ഏയ്, കാര്യങ്ങൾ അവൻ വേഗം പറഞ്ഞാൽ വേഗം സാറിന്റെ അടുത്ത് എത്തിക്കാം. അല്ലെങ്കിൽ അവന്റെ ശവസംസ്കാരവും കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ഇനി കാണും. സാർ പേടിക്കണ്ട, അവൻ ചെത്താലും ഈ ലോകത്ത് ആരും അറിയാൻ പോകുന്നില്ല. അതിനോട് മാർഗം എനിക്കറിയാം. എടോ, അപശകുനം പറയാതെ സാർ. ഒരുത്തിന് പണി കൊടുക്കാന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് ഇല്ലേ? ഇതൊന്ന് ആഘോഷിക്കണം. സാർ റെഡിയായിട്ടിരുന്നു. സത്യം മുഴുവനും പറയും കൃഷ്ണൻ. എക്സ്ക്യൂസ് മീ സർ. ഒരു സംശയം ചോദിക്കാനാ സർ. എന്താ? എന്റെ അഡ്വക്കേറ്റ് സ്ഥലത്തില്ല. എന്റെ കേസിന്റെ അടുത്ത ഹിയറിംഗ് ഫിക്സ് ചെയ്തോ സർ? റീഷെഡ്യൂൾ ചെയ്ത് തീയതി അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. കോടതിക്ക് ഒരു സംവിധാനമുണ്ട്. കേസ് റീഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും വിവരം അറിയിക്കും. അത് തനിക്കറിയാത്തതല്ല എന്നും എനിക്കറിയാം. ചോദ്യത്തിന് പിന്നിൽ മറ്റു വല്ല ഉദ്ദേശങ്ങളും ഉണ്ടോ? ഉണ്ട്. പക്ഷേ സാറിന് പരിഹസിക്കുകയാണെന്നൊന്നും തോന്നരുത്. പ്രതിപട്ടികയിൽ കിടക്കുന്ന ഒരാളുടെ പേരിൽ 1000 കോടിയുടെ സമ്പാദ്യം വന്നു ചേരുന്നതിൽ കുഴപ്പമെന്തേലും ഉണ്ടോ സർ? കൊള്ളാം. ഈ ചോദ്യം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കണമല്ലേ? മറ്റാർക്കെങ്കിലും മുന്നിൽ അവതരിപ്പിച്ചാൽ ചോദ്യം ഒരു നിയമപ്രശ്നം മാത്രം. ഉത്തരം പറയേണ്ടത് നിയമം അറിയാവുന്ന ഒരാളുടെ ബാധ്യത. പക്ഷേ യമുനയുടെ ഒരു അവസ്ഥയും അവരുടെ പിന്മാറ്റവും ഒക്കെ വേണമെങ്കിൽ അല്പം പേടിയോടെ എനിക്ക് ഓർക്കാമല്ലേ? സാറിന് അങ്ങനെ തോന്നിയോ? ഐ എം സോറി സർ. സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാണല്ലോ ബുദ്ധിയുള്ള മനുഷ്യർ കാര്യങ്ങൾ പഠിക്കുക. അതെ, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഭൂമിയിൽ ഒരുപാട് സമ്പത്തും സ്ഥാനമാനങ്ങളും അതിനൊക്കെ അവകാശികളുമായി കുറെ മനുഷ്യരുമുണ്ട്. ആർക്ക് ഏതൊക്കെ എന്ന ചാർട്ട് ഇവിടെ ആരും അച്ചടിക്കുന്നില്ല. സ്വന്തം കസേര ഏതെന്ന് കണ്ടെത്തുന്നത് ബുദ്ധി കൊണ്ടാണ്. അതല്ലാതെ ഒന്നിലും ഒരാളും ശാശ്വതമായി ഇരിക്കുന്നുമില്ല. എന്തൊരാധ്യാത്മിക ചിന്ത! വെറുതെ അല്ല സാർ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്. എനിക്കപ്പുറം ഒരു ശക്തിയുണ്ടെന്നുള്ള വിശ്വാസം മനുഷ്യനെ വിനയമുള്ളവനാക്കുന്നു. എന്നാ ശരി സർ. സാറിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആരൊക്കെയോ ഉണ്ട്. ആ ഒരു വിശ്വാസം നല്ലതാ. ഷട്ട് അപ്പ്. എന്റെ അഹങ്കാര പ്രദർശനത്തിന് സാക്ഷ്യം നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. വാക്കുകളിലുള്ള ഭീഷണിയും വ്യക്തമാണ്. എന്റെയും തന്റെയും സംസ്കാരത്തിന്റെ വ്യത്യാസം തെരുവിൽ തന്നെ ജയിപ്പിക്കും. പക്ഷേ അറിവിന്റെ വ്യത്യാസം കോടതി മുറികളിൽ സത്യത്തെ ജയിപ്പിക്കും. കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് വീണ്ടും കാണാം. ഹോസ്പിറ്റലിൽ ഇപ്പൊ ആരുണ്ട്? പ്രകാശ് സാറും ആദർശവും ഒക്കെ ഉണ്ട്. കണ്ടീഷൻസ് ഒക്കെ ഞാൻ അറിഞ്ഞു. ആ ടെൻഡറിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തീരുമാനിച്ചോ? ഉവ്വ് സാർ. അമ്മ അച്ഛനെ കൊണ്ട് അങ്ങനെ വാക്ക് പറയിപ്പിച്ചു. അതിനപ്പുറം അച്ഛനൊരു തീരുമാനം എടുക്കില്ല. അനിരുദ്ധൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ. അമ്മയുടെ മനസ്സ് പേടിച്ചിരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഗ്ലോറിക്ക് വിജയം വെച്ച് നീട്ടുകയെന്ന് പറഞ്ഞാൽ ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട സാർ. അത് അവസാനിച്ചു. സോഫി പ്ലീസ്, നിങ്ങൾ വൈകാരികത കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. പക്ഷേ അത് സഹായിക്കുന്നത് നിങ്ങളുടെ ശത്രുവിനെയാണ്. ഗ്ലോറി കാലുറപ്പിച്ചാൽ ദേവ് അസോസിയേറ്റ്സിനേക്കാൾ മികച്ചൊരു സ്ഥാപനം അവൾ പടുത്തുയർത്തിയാൽ പിന്നെ സ്വസ്ഥത ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾക്ക്? സാർ, അവളെ ദ്രോഹിക്കും, അതെനിക്കറിയാം. പക്ഷേ ഇപ്പോഴും അത്യാസന്ന നിലയിൽ നിന്ന് പുറത്തു വരാത്ത അമ്മയ്ക്ക് അച്ഛൻ കൊടുക്കുന്ന വാക്ക് സ്നേഹത്തിന്റേതാ. അതിന്റെ മുന്നിൽ ഈ പറയുന്ന ടെൻഡറിനോ അതുണ്ടാക്കി തരുന്ന സമ്പത്തിനോ ഒരു വിലയുമില്ല. അമ്മയുടെ മനസ്സ് സമാധാനമായിരിക്കണം. അസുഖം ഭേദമാവണം. അതല്ലാതെ
മറ്റൊന്നും അച്ഛനോ ഞങ്ങളോ ഇപ്പൊ ചിന്തിക്കുന്നില്ല. ഞാൻ ഫോഴ്സ് ചെയ്യുകയല്ല. ഇത് പലർക്കും പറ്റുന്ന അബദ്ധമാണ്. പ്രവർത്തിക്കേണ്ട സമയത്ത് തളർന്നിരുന്നതിന് ശേഷം പ്രശ്നങ്ങളുടെ ഗൗരവം വരുന്ന സമയത്ത് കൈകാലിട്ടടിക്കുക. എനിവേ, ഗ്ലോറി ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. എന്റെ മുന്നിൽ തന്നെയായിരുന്നു തുടക്കം. ഇനി അതിന്റെ രീതികൾ ഏതൊക്കെ വിധത്തിലാവുമെന്ന് കണ്ടറിയണം.